കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ഒരു വിധി കേരള ഹൈക്കോടതി പറഞ്ഞു. കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ആണ് അത് പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് എന്ന പെൺകുട്ടിയുടെ മത്സരിക്കാനുള്ള അവകാശവും വോട്ടവകാശവും ഒക്കെ നിഷേധിക്കുന്ന ഒരു നിലപാട് ഉണ്ടായി. അതിനെതിരെ അവർ ചീഫ് ഇലക്ടറൽ കമ്മീഷണർക്ക് പരാതി കൊടുക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഹൈക്കോടതി കേസ് പരിഗണിച്ച ഹൈക്കോടതി വളരെ ബാലിശമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരാളുടെ വോട്ടവകാശമോ മത്സരിക്കാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള അവകാശമോ നിഷേധിക്കരുത് എന്ന് നിരീക്ഷിച്ചു. എന്ന് മാത്രമല്ല, വൈഷ്ണ സുരേഷിൻ്റെ അപ്പീൽ സ്വീകരിക്കാനും ഉചിതമായ നടപടി സ്വീകരിക്കാനും കോടതി പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച തിരുവനന്തപുരം നഗരസഭയെ കോളറിൽ തൂക്കി കുടയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. കോടതി ചോദിച്ചത് നഗരസഭയ്ക്ക് എന്ത് കാര്യം എന്നാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്, അതിന് നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. അതിനകത്ത് മത്സരിച്ച് ജയിച്ചു വരുന്നവർ ഒത്തുചേരുമ്പോഴാണ് ഒരു കോർപ്പറേഷൻ കൗൺസിൽ ഉണ്ടാകുന്നത്. ആ കൗൺസിലിന് തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യത്തിൽ എന്താണ് ഇടപെടാൻ അവകാശം, അധികാരം എന്നാണ് കോടതി ചോദിച്ചത്. എന്തായാലും കോടതിയുടെ നിരീക്ഷണം വളരെ വ്യക്തമാണ്. കോടതി പറഞ്ഞ കാര്യങ്ങൾ, ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പീലിൽ 19-നകം തീരുമാനമെടുക്കണം കളക്ടർ, അല്ലെങ്കിൽ ഇടപെടും. മറ്റ് നടപടികൾ എടുക്കും കോടതി മുന്നറിയിപ്പ് നൽകുന്നു. 21-നാണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അതുപോലെ ഒരു പെൺകുട്ടിയെ കേവലം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അതിൻ്റെ പേര് പറഞ്ഞ് മത്സരിപ്പിക്കാതിരിക്കരുത്. ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. വെറും രാഷ്ട്രീയം കളിക്കരുത്. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥർക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനുമൊക്കെ ഉള്ള വളരെ കടുത്ത ഒരു മുന്നറിയിപ്പാണ്. വെറും രാഷ്ട്രീയം കളിക്കരുത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വോട്ടവകാശം മാത്രമല്ല, മത്സരിക്കാനുള്ള അവകാശവും നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് അനുവദിക്കാനാകില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യുന്നത്, വെട്ടുന്നത്. ഇത് ശരിയായ രീതിയല്ല എന്നും കോടതി പറയുന്നു. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പേര് നീക്കം ചെയ്യാൻ തീരുമാനമെടുത്തത്? 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇത്രയൊക്കെ രാഷ്ട്രീയം വേണോ എന്നാണ് കോടതി ചോദിച്ചത്. പേര് നീക്കിയതിനെ പിന്തുണച്ച് ആണ് ഹർജിയിൽ കക്ഷി ചേരാൻ നഗരസഭ എത്തിയത്, തിരുവനന്തപുരം നഗരസഭ എത്തിയത്. ആ നഗരസഭയെ കോടതി കോളറിൽ തൂക്കി ചെവിയിൽ പിടിച്ച് തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോടതി ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇടപെടാൻ കാര്യം? അനാവശ്യമായി കോർപ്പറേഷൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത്. കോർപ്പറേഷൻ്റെ ചുമതലയിൽ വരുന്നതല്ല, കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല ഇക്കാര്യം എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കോടതി. എന്തായാലും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്യണം എന്ന് പരാതി കൊടുത്ത ആളും ഹർജിയിൽ പങ്കെടുക്കണം. അത് മുട്ടട വാർഡിലെ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ് വൈഷ്ണയ്ക്കെതിരെ CPM-കാരനായ ധനേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഈ പരാതി കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ എടുത്തുപിടിച്ച് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു. മത്സരിക്കാനുള്ള അവകാശവും വെട്ടി നീക്കി. ഇതാണ് സംഭവിച്ചത്. ഈ വീട്ട് നമ്പർ തെറ്റായിരുന്നു. അച്ചടിച്ചു വന്ന മേൽവിലാസത്തിലെ വീട്ട്, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥർ. ഞാൻ അതിലേക്ക് വരാം. ഈ വീട്ട് നമ്പർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തന്നെ പറയണം. അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ വീട്ട് നമ്പർ, അച്ചടിച്ച മേൽവിലാസത്തിലെ വീട്ട് നമ്പർ തെറ്റിപ്പോയി എന്നുള്ളതാണ് കാരണം. അത് അന്തിമ പട്ടികയിൽ അത് പേര് വെട്ടി. പിന്നീട് അന്തിമ പട്ടികയിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും പേരുണ്ടായിരുന്നില്ല. ഇതോടെയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ ചീഫ് ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസർക്കും ഈ നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കുമൊക്കെ അവർ അപ്പീൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അപ്പീൽ പരിഗണിക്കും എന്ന് തന്നെ കോടതി കൂടി ഇടപെട്ട സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് BJP നേതാവ്
യുവരാജ് ഗോകുൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ വൈഷ്ണവ് സുരേഷിനോട് കാണിച്ചത് കടുത്ത അനീതിയാണ്, അതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, നാടെങ്ങും SIR നടപ്പാക്കുന്നതിനെതിരെ, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പാക്കുന്നതിനെതിരെ, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനെതിരെ, നാടൊട്ടുക്ക് വോട്ട് ചോരി എന്ന് പറഞ്ഞ് BJPക്കാരെ മുഴുവനും കള്ളന്മാരും കൊള്ളക്കാരുമാക്കി, അല്ലെങ്കിൽ ജനാധിപത്യം അട്ടിമറിക്കുന്നവരാക്കി വിശേഷിപ്പിച്ചുകൊണ്ട് നാടെങ്ങും പ്രചാരണം നടത്തുന്ന രാഹുൽ ഗാന്ധിയും ശിഷ്യന്മാരും അണികളും കൂടി ചേർന്ന് BJPയെ നാണം കെടുത്തുകയാണ്. അപ്പോൾ എന്തിനാണ് BJP ഇത്തരത്തിലൊരു അനീതി കോൺഗ്രസിനോട് കാണിക്കുമ്പോൾ? കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ, ഇടത് സംഘടനാ ജീവനക്കാർക്ക് വലിയ പ്രാബല്യമുള്ള കേരളത്തിൽ, അവരുടെ അതിശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്ന കേരളത്തിൽ എന്തിനാണ് ഒരു കോൺഗ്രസ് വനിതയോട് ഇത്തരത്തിൽ അനീതി കാണിക്കുമ്പോൾ നമ്മൾ എന്തിന് ഇടപെടണം? കാരണം രാജ്യത്തെമ്പാടും BJPയെ കുറ്റം പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരുമല്ലേ, അവർക്കിതൊരു നല്ല പാഠമല്ലേ എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനും ഇവിടെ വളരെ പ്രസക്തിയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത കണ്ണൂരിലെ പയ്യന്നൂരിലുള്ള അനീഷ് ജോർജിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ്, അനീഷ് ജോർജിനെ CPMകാർ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയാൻ VD സതീശനും പ്രതിപക്ഷ നേതാവ് VD സതീശന് അർഹതയുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം നാടെങ്ങും SIR നടപ്പാക്കുമ്പോൾ അതിനെതിരെ കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ് കോൺഗ്രസ്. വീണ്ടും ഈ ജോലിഭാരം കൂടുതലാണ് എന്ന് പറഞ്ഞ്, ജീവനക്കാർക്ക് വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കുകയാണ്. നോക്കൂ, SIR നടപ്പാക്കുന്നതിൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഒന്ന് കേരളത്തിൽ, മറ്റൊന്ന് ബംഗാളിൽ. അവിടെ ബംഗാളിൽ മമതയും തൃണമൂൽ കോൺഗ്രസിൻ്റെ തൃണമൂൽ ഗുണ്ടകളും ചേർന്ന് SIRന് വരുന്ന, വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ, വിവരങ്ങൾ ശേഖരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. സർക്കാർ ജീവനക്കാരെ കായികമായി നേരിടുമെന്ന് ഭീഷണി മുഴക്കുകയാണ്. പലരെയും പല സ്ഥലത്തും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു. കണ്ണൂരിൽ നമ്മൾ കണ്ടത് അതിൻ്റെ മറ്റൊരു പതിപ്പാണ്. അനീഷ് ജോർജ് എന്ന ഉദ്യോഗസ്ഥനെ, ഈ വിവരം ശേഖരിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ ഏതാണ്ട് മരിച്ചുപോയ 150 പേരുടെ പേരുകൾ ചേർക്കണം എന്ന കടുത്ത സമ്മർദ്ദം ചില കോണുകളിൽ നിന്നുണ്ടായി. അത് CPMകാരാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നു. ഇത്തരത്തിൽ അനീഷ് ജോർജിന് പുറത്ത് വലിയ സമ്മർദ്ദമുണ്ടായി. സമ്മർദ്ദം താങ്ങാനാകാതെ ആ പാവം സ്വയം മരണം വരിക്കുകയായിരുന്നു എന്നാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കൂട്ടരെ. അത് നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കില്ല, മോചിപ്പിക്കില്ല. പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് മനുഷ്യർ ആലോചിക്കട്ടെ. എന്തായാലും ഇവിടെ ഒരു കാര്യം സത്യമാണ്, വൈഷ്ണവ് സുരേഷിന് നീതി കിട്ടണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അവർ കോൺഗ്രസ്സുകാരിയാണോ, CPMകാരിയാണോ, BJPക്കാരിയാണോ, മുസ്ലിം ലീഗുകാരിയാണോ എന്നുള്ളതൊന്നുമല്ല വിഷയം. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടയാളായാലും രാഷ്ട്രീയമില്ലാത്തയാളായാലും ശരി, ഒരു വോട്ടർക്ക് അവരുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ വോട്ടവകാശം ആർക്കും എടുത്തു കളയാനുള്ള അധികാരമില്ല. മറ്റൊന്ന്, പ്രായപൂർത്തിയായ ഏതൊരാളിനും ഏത് തദ്ദേശ സ്ഥാപനത്തിലേക്കും മത്സരിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനെയും ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യം, മനോഹാരിത, ഭംഗി, കരുത്ത് ഒക്കെ നമ്മൾ അവിടെയാണ് കാണുന്നത്. അതുകൊണ്ട് വൈഷ്ണവ് സുരേഷിന് നീതി കിട്ടണം, അനീഷ് ജോർജിനും നീതി കിട്ടണം. ഒപ്പം ഈ വോട്ട് ചോരി പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സുകാർ ആലോചിക്കണം, ഇത് എന്താണ്, ഈ കണ്ണൂരിൽ എന്തുകൊണ്ടാണ് CPM തുടർച്ചയായിട്ട് ജയിക്കുന്നത്? വലിയ, അതായത് കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോലും കണ്ണൂരിൽ എന്തുകൊണ്ട് CPM ജയിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ്സുകാർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.